അവർക്ക് നമസ്കാരം. ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ 897/2021 കേസിൻ്റെ അതിലൊരു ജഡ്ജ്മെൻറ്റിലൊരു വന്നേക്കുകയാണ്. അന്ന് 19 ഡിസംബർ 2021 രാവിലെ ഏകദേശം 6 മണി 6:30 ഈ പ്രതികൾ ചെയ്തിരുത്തിയ ഒരു ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ ഒരു പരിസമാപ്തിയിലോട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ മെയിൻ കോൺസ്പിറേറ്റേഴ്സ് എല്ലാവർക്കും ഡെത്ത് പെനാൽറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ്. ഇത് കേരള പോലീസിൻ്റെയും അന്വേഷണ ടീമിൻ്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെയും ഒരു കൂട്ടായ എഫേർട്ട് തന്നെയാണ്. വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇത് മുഴുവൻ ടീമും അത് വർക്ക് ചെയ്തത്. ഇത്രയും ഒരു പ്ലാൻഡും അല്ലെങ്കിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈം നടക്കുകയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രതികളെയും അതിനുള്ള മെയിൻ ആയിട്ടുള്ള വർക്ക് ചെയ്ത എല്ലാവരെയും നമുക്ക് ചുരുങ്ങിയ സമയത്ത് തന്നെ കൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഫർദർ വയലൻസും എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള വിധം പോലീസിന് അന്ന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രതികളെ പിടിക്കുക എന്നുള്ളപ്പം തന്നെ അതിനും വളരെ വലിയൊരു ഉദ്യമം തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലും വളരെ കാര്യക്ഷമമായ എഫേർട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത്. അപ്പോൾ അതിൻ്റെ നേരത്തെ ഒരു കുറ്റക്കാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിധി പ്രസ്താവന ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഫൈനൽ വിധി ഒന്നാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ഹീനമായ ഒരു കൃത്യം ചെയ്യുക എന്നുള്ളത്, അപ്പോൾ അതിന് ഇത്രയും നമ്മുടെ നിയമനിഷ്കർഷമുള്ള ഏറ്റവും മാക്സിമമായ ഡെത്ത് പെനാൽറ്റി തന്നെ കൊടുക്കുക എന്നുള്ളത് ഇത്തരം പ്രവർത്തികൾ പോകുന്നവർക്ക് തക്കതായ താക്കീത് തന്നെയായിരിക്കും. അപ്പോൾ അത് ഇപ്പം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിലും അന്നത്തെ ഈ ടീമിൻ്റെ ഹെഡ് എന്ന നിലയിലും എനിക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. ഈ ടീമിൽ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഇപ്പോൾ ഈ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ജയരാജും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ എഫർട്ടാണ്. കൂടെ തന്നെ ഹെൽപ്പ് ചെയ്ത് ഇൻസ്പെക്ടേഴ്സായ രാജേഷ്, വിനോദ്, അരുൺ, അതുപോലെ തന്നെ കേസിൻ്റെ സ്ക്രിപ്റ്ററി വർക്ക് കൈകാര്യം ചെയ്ത വിജുലാൽ, പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്ത DYSP ഗിരീഷ് P. സാരഥി, ഇത്ര ഒട്ടനവധി പോലീസ് ഓഫീസേഴ്സ് ഇതിൻ്റെ പുറകിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഭാഗത്തും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച ശ്രീ പടിക്കലിൻ്റെയും അദ്ദേഹത്തിന് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയുണ്ട്. ഇപ്പം രണ്ടുപേരും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിലുള്ളത്. എൻ്റെ ഒരു ഇതുവരെ ഞാനൊരു 15 പേർക്ക് ഡെത്ത് പെനാൽറ്റി എന്നുള്ളത് ഒരു വളരെയധികം ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ കേരള പോലീസിൻ്റെയും എന്നോട് പ്രവർത്തിച്ച എല്ലാ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ഒരു അഭിനന്ദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കും. വളരെയധികം വെല്ലുവിളിയാണ്. കാരണം ആ ഒരു ചാർജ്ഡ് എൻവയോൺമെൻ്റ് ആയിരുന്നു. ഒരു രാവിലെ ഒരു സമയമായിരുന്നു. വളരെയധികം ബ്രൂട്ടലായിട്ടായിരുന്നു ഇത് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമൂഹത്തിൽ നടത്തുന്ന ഒരു എഫക്റ്റ് വളരെയായിരുന്നു. പക്ഷേ അതിനോട് അല്ലെങ്കിൽ ബാക്കി ചെറിയ സംഭവം ഒന്നും ഉണ്ടാവാതെ തന്നെ പോലീസിന് നോക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് പ്രധാന പ്രതികളെ എത്തിപ്പെടാനും അവരെ അറസ്റ്റ് ചെയ്യാനും സാധിക്കുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു പ്രതി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അതിലൂടെ എഫക്റ്റീവ് പ്രോസിക്യൂഷനിലേക്ക് അവർക്ക് ഒരു കറക്റ്റ് ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ്. അപ്പോഴേ മാത്രമേ അതിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിലെത്തി എന്നുള്ളത് ആലപ്പുഴ പോലീസിനെ സംബന്ധിച്ചോളം കേരള പോലീസ് ഇൻ ജനറൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് എന്നോടൊപ്പം ഞങ്ങൾ ഗൈഡ് ചെയ്ത സീനിയർ ഓഫീസേഴ്സായ നീരജ് സർ, വിജയ് ചക്രേ സർ, പ്രകാശ് സർ, ഹർഷിത മാഡം, അന്നത്തെ DG അനിൽഖാൻ സർ, ഇവരെല്ലാവരും വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ സമയത്തിൽ എൻ്റെ നന്ദി. താങ്ക് യു.